ഹരേ കൃഷ്ണ. ഭഗവത്ഗീത പഠന സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം എത്രയാണ്? 6-ാമത്തെ ശ്ലോകം. ചെറുതായിട്ട് ഒരു പ്രാർത്ഥന നടത്തി തുടങ്ങാം. ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജജനരഞ്ജന യശോദനന്ദന വ്രജജനരഞ്ജന യശോദനന്ദന വ്രജജനരഞ്ജന യശോദനന്ദന വ്രജജനരഞ്ജന യമുന തീരാവന ചാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാഃ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണ ലളിതാ ശ്രീ വിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനൈശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 6.
ന ചൈത്വത്വിത്മാഹ കതരന്നോ ഗിരിയോ യത്വാ ജയേമ യദിവാനോ ജയേയൂഹ യാനേവ ഹത്വാന ജിജീവിഷാമ സ്തേ അവസ്ഥിതാഃ പ്രമുഖേ ധാർതരാഷ്ട്രാഃ ന ചൈതത്മാഃ കതരന്നോ ഗരീയോ യത്വാ ജയേമ യതിവാനോ ജയേയൂഹ യനേവ ഹത്വാന ജിജീവിഷാമ സ്തേ അവസ്ഥിതാഃ പ്രമുഖേ ധാർതരാഷ്ട്രാഃ യത്വാ ഒരുപക്ഷേ ജയേമ നാം ജയിച്ചേക്കാം യതിവ അല്ലെങ്കിൽ നാഹ നമ്മെ ജയേയൂഹ അവർ ജയിച്ചേക്കാം നാഹ നമുക്ക് കതരത് ഏതാണ് ഗരിയാഹ അധികം നല്ലത് ഏതച്ച അത് തന്നെ ന വിദ്മാഹ നാം അറിയുന്നില്ല യാൻ ഏവ ഏതൊരുവരെ തന്നെ ഹത്വ ഹരിച്ചിട്ട് ന ജിജീവിഷാമാഹ നാം ജീവിക്കാൻ ഇച്ഛിക്കുന്നില്ലയോ തേ ധാർതരാഷ്ട്രാഹ ആ ധാർതരാഷ്ട്രന്മാർ പ്രമുഖേ നേരെ മുമ്പിൽ അവസ്ഥിതാഹ സ്ഥിതി ചെയ്യുന്നു. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീ. അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ധാർതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ്. അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ധാർതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. ഇത് ശ്ലോകത്തിന്റെ വിവർത്തനമാണ്. ഇനി ഭാവാർത്ഥം വായിക്കാം. യുദ്ധം ചെയ്യുക ക്ഷത്രിയരുടെ കടമയെന്ന് അറിയാമെങ്കിലും അങ്ങനെ യുദ്ധത്തിനിറങ്ങി അനാവശ്യമായ ഹിംസ ചെയ്യണമോ അതിൽ നിന്ന് പിന്മാറി ഭിക്ഷയാചിച്ച് ഉപജീവിക്കണമോ എന്ന് തീരുമാനിക്കാൻ അർജുനന് കഴിയുന്നില്ല. ശത്രുക്കളെ ജയിക്കാതിരുന്നാൽ തന്റെ ജീവനോപായം ഭിക്ഷാടനം മാത്രമാകും. എന്നാൽ യുദ്ധത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുമില്ല. കാരണം വിജയസാധ്യത ഇരുവശത്തുമുണ്ടല്ലോ. ന്യായം തങ്ങളുടെ പക്ഷത്താകയാൽ വിജയികളായാൽ തന്നെ ധാർതപുത്രന്മാരെല്ലാം പോരിൽ മരിച്ച ശേഷമുള്ള ജീവിതം ദുസ്സഹമായി തീരും. ഈ സാഹചര്യത്തിൽ അത് മറ്റൊരു തരത്തിലുള്ള പരാജയമാവും. അർജുനന്റെ ഇപ്രകാരമുള്ള നിഗമനങ്ങളിൽ നിന്നും അദ്ദേഹം മഹാനായ ഒരു ഭഗവത് ഭക്തൻ മാത്രമല്ല, അത്യന്തം വിവേകശാലിയും സുനിയന്ത്രിതമായ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളവനാണെന്നും വ്യക്തമാകുന്നുണ്ട്. രാജകുടുംബത്തിൽ പിറന്നവനാണെങ്കിലും താൻ ഭിക്ഷാടനത്താൽ ജീവിച്ചു കൊള്ളാമെന്ന നിലപാട് അദ്ദേഹത്തിന്റെ നിസ്സംഗതയെ വെളിപ്പെടുത്തുന്നു. തന്റെ ആത്മീയ ഗുരുവായ കൃഷ്ണന്റെ നിർദ്ദേശങ്ങളിലുള്ള ദൃഢവിശ്വാസവും സ്വതസിദ്ധമായ ഗുണവിശേഷങ്ങളും കൂടിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ധർമ്മിഷ്ഠതയ്ക്ക് മാറ്റുകൂടുന്നു. അർജുനൻ മോക്ഷപ്രാപ്തിക്ക് സർവദാ യോഗ്യനാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവർക്ക് വിജ്ഞാന മേഖലയിലേക്ക് ഉയരാനാവില്ല. ജ്ഞാനവും ഭക്തിയുമില്ലാതെ ആർക്കും മുക്തി നേടാനും കഴിയില്ല. ഭൗതിക ബന്ധങ്ങളിലുള്ള മഹത്തായ ഗുണവിശേഷങ്ങളിലുപരി ഈ ഗുണങ്ങൾ കൊണ്ടും അർജുനൻ യോഗ്യനായിരുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗീതാവിഷയം അധ്യായം 2 ശ്ലോകം 6 ശ്ലോകവും അതിന്റെ ഭാവാർത്ഥവും വിവർത്തനവുമാണ് നമ്മളിവിടെ ഇപ്പോൾ വായിച്ചത് അല്ലേ. കഴിഞ്ഞ അധ്യായത്തിന്റെ അകത്ത് നമ്മൾ വായിച്ചതാണ്, എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ജീവിക്കുന്നതാകും. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന ആ സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനൻ ആരോട് പറഞ്ഞു? കൃഷ്ണനോട് പറഞ്ഞു. ഈ ശ്ലോകത്തിനകത്ത് പറഞ്ഞു, അങ്ങനെ
അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എങ്കിലും അവരിപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ശ്ലോകവും മറ്റും വായിച്ചു പഠിച്ചോ? പോയിട്ട് വായിച്ചു. ഇവിടെ ഈ ശ്ലോകത്തില് അർജുനൻ ഇവിടെ പറയുകയാണ്, അർജുനന് ഒരു ഉചിതമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. യുദ്ധം ചെയ്യണമോ വേണ്ടയോ, ഇല്ലേ? അങ്ങനെയാണ് ഇവിടെ ഈ ശ്ലോകം വായിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരാൽ നമ്മൾ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാന്ന് കൃഷ്ണനോട് പറയുകയാണ്. പിന്നെ പറയുന്നു, അവരെ കൊന്നിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം, അവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മാത്രം ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിരുന്നിരുന്നാൽ എന്താണ്? അതുകൊണ്ട് നമുക്ക് അതിൽ ഒരു സുഖവും ഉണ്ടാവില്ല എന്ന് അർജുനൻ ഭഗവാനോട് പറയുകയാണ് ഈ ശ്ലോകത്തിന്റെ. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദർ പറയുന്നത്, ഇപ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോൾ എപ്പോഴും തോൽവിയും പരാജയവും സംഭവിക്കും. അപ്പൊ അത് ആർക്കാണ് തോൽവി ആർക്കാണ് ജയം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാനും ബുദ്ധിമുട്ടുണ്ട്, അല്ലേ? അത് അവസാനം അതിന്റെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എന്താണ്, ആരാണ് വിജയിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതും ഒരു വിഷയമാണ്. പിന്നെ അർജുനന്റെ പക്ഷത്താണ് ന്യായമുള്ളത്. പക്ഷെ മറുപക്ഷത്തുള്ളവർ മരണത്തിൽ കലാശിച്ചാൽ അതും തോൽവി തന്നെയെന്ന് അർജുനൻ ചിന്തിക്കുന്നു, ഇല്ലേ? അപ്പൊ അർജുനന് ഒരു വിധത്തിലും ആരെയും മരിക്കുന്നതിലും കൊല്ലുന്നതിലും ഇപ്പോൾ ആർക്ക് താല്പര്യമില്ല? അർജുനൻ. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. അപ്പൊ അവരെ മരിച്ചു കഴിഞ്ഞ് നമുക്ക് രാജ്യം അഥവാ കിട്ടുകയാണെങ്കിലും അതും ഒരു തോൽവിയായിട്ടാണ് അർജുനൻ കാണുന്നത്. സാധാരണ രീതിയിൽ അല്ലേ നമ്മൾ അത് ജയമായിട്ടാണ് കരുതുന്നത്, അല്ലേ? യുദ്ധത്തിൽ എല്ലാവരെയും കൊന്ന് നമ്മൾ ഇപ്പൊ ജയം നേടി എന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ അർജുനൻ പറയുന്നത്, ആ മറുപക്ഷത്തുള്ളവരെല്ലാവരും മരണപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാത്രം ഈ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു തരത്തിൽ അതും ഒരു തരത്തിൽ ഒരു തോൽവിയാണ് എന്നാണ് ഇവിടെ അർജുനന്റെ വാദം. അത് അങ്ങനെ തുടർന്നുള്ള അത് വിഷമത്തിന് തന്നെ കാരണമാകും എന്ന് അർജുനൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള ചിന്തകളിൽ ഇങ്ങനെ കഴിയുകയാണ്. ഈ ശ്ലോകത്തിനകത്ത് ഭഗവാനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അർജുനൻ ഒരു ഭക്തനും വിവേകശാലിയും സുനിയന്ത്രിതമായ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളവനാണെന്നും ഇവിടെ വ്യക്തമായിട്ട് ആണെന്നുള്ളത് വ്യക്തമായി ശ്രീല പ്രഭുപാദർ ചെയ്യുന്നതിന്റെ പർപ്പട്ടിനകത്ത്, ഇല്ലേ? അർജുനൻ അദ്ദേഹം ഒരു മഹാഭക്തനും അത് മാത്രമല്ല വിവേകശാലിയും സുനിയന്ത്രിതമായ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളവനുമാണ്. ആര്? അല്ലാതെയുള്ള ഒരാൾക്ക് ഇത്തരത്തിലൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും കഴിയും? ഒരിക്കലും കഴിയില്ല, ഇല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അദ്ദേഹം മഹാഭക്തനൊക്കെയാണ്. ആര്? അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലൊക്കെ ചിന്തിക്കാൻ പറ്റൂ, അല്ലേ? ഈ ഒരു സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ ഒരു യുദ്ധം എങ്ങനെയെങ്കിലും നമുക്ക് അതിൽ നിന്ന് വിജയം നേടുക എന്നുള്ളത് ആരെ കൊന്നിട്ടായിരുന്നാലും എങ്ങനെയായിരുന്നാലും രാത്രിയിലായിരുന്നാലും യുദ്ധം ചെയ്ത് ഇരുട്ടത്തായിരുന്നാലും ആരെങ്കിലും ഒക്കെ വധിച്ച് എങ്ങനെയെങ്കിലും ലക്ഷ്യം നേടണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം. ഇതാണ് നമ്മുടെ ഒരു ഇത്. പക്ഷെ ഭക്തന്മാര്, അർജുനൻ ഭക്തനായതുകൊണ്ട് അർജുനന്റെ ചിന്ത നോക്കുമ്പോൾ ഭഗവത്ഗീതയിൽ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എന്നാലും ഏത് വിധത്തിലായിരുന്നു ഇതൊരു തോൽവിയായിട്ടാണ് തോൽവിക്ക് കാരണമാകും എന്നാണ് അർജുനന്റെ പറയുന്നത്. പക്ഷേ അതിനുപരിയായി അദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അദ്ദേഹം രാജകുടുംബത്തിൽ പിറന്ന വ്യക്തിയാണ്, അല്ലേ? അങ്ങനെ പിറന്ന അദ്ദേഹം ആണെങ്കിലും, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം പറഞ്ഞു, സ്വമേധയെ അദ്ദേഹം പറയുകയാണ്, ഞാൻ എവിടെയെങ്കിലും പോയി ഭിക്ഷ യാചിച്ച് ഭിക്ഷാടനമൊക്കെ നടത്തി ഞാൻ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊള്ളാം. അത് സാധാരണ രീതിയിൽ നമുക്കൊക്കെ സാധിക്കുന്ന കാര്യമാണോ? ഒരു രാജകുടുംബത്തിലൊക്കെ ജീവിച്ച് അങ്ങനെയൊക്കെ ശീലിച്ച ഒരു വ്യക്തിക്ക് പെട്ടെന്ന് പോയി ഭിക്ഷ അയച്ച് എവിടെയെങ്കിലും പോയി കഴിയാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അർജുനന് ഇവിടെ സ്വയമേ തന്നെ അങ്ങനെ ചിന്തിക്കുന്നു, ഇല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ നിസ്സംഗതയാണ് നമുക്ക് മനസ്സിലാക്കുക. നിസ്സംഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊട്ടാരത്തിലോ അല്ലെങ്കിൽ പിന്നീട് കാട്ടിനകത്തിരുന്നാലും ഒന്നുമില്ലാത്തടത്തിരുന്നാലും ഇത് രണ്ട് അവസ്ഥയിലും അർജുനന് സമനിലയോടുകൂടി ഇരിക്കാൻ കഴിയും. അല്ലെങ്കിൽ അങ്ങനെ പറയത്തില്ല, അല്ലേ? കൊട്ടാരത്തിനകത്ത് സുഖ സൗകര്യങ്ങളോട് ജീവിച്ച ഒരു വ്യക്തിക്ക് ഇപ്പൊ ഒന്നുമില്ലാത്തടത്ത് പോയി ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ, ഇല്ലേ? പക്ഷെ അർജുനൻ ഇവിടെ സ്വയമേ പറഞ്ഞിരിക്കുന്നു, എനിക്ക് അതൊന്നും വിഷയമല്ല, ഞാൻ എവിടെയെങ്കിലും ഭിക്ഷ യാചിച്ചു വേണമെങ്കിലും കഴിഞ്ഞോളാം.
ഇല്ലേ? നമ്മൾ വായിച്ചതാണ് ശ്ലോകത്തിനകത്ത്, ഇല്ലേ? അപ്പൊ ആ ഒരു നിസ്സംഗത നമുക്കത് ഒരു ഭക്തൻ മാത്രമേ അത് ഉണ്ടാവൂ. അർജുനൻ ഭക്തനാണ്, ഇല്ലേ? പിന്നെ ഭഗവാൻ അർജുനന്റെ ആത്മീയ ഗുരുവായിട്ട് മാറാൻ പോവുകയാണ് ഇനി അങ്ങോട്ട്, ഇല്ലേ? ഇപ്പൊ ഗുരുസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടോ ഭഗവാൻ? ഇല്ല, ഇല്ലേ? തുടർന്ന് നമുക്ക് കാണാൻ കഴിയും എന്താണ് ഭഗവാൻ അർജുനനെ ഇനി ഉപദേശിക്കും, ഇല്ലേ? അപ്പൊ അർജുനന്റെ ഈ ദൃഢവിശ്വാസവും സ്വതസിദ്ധമായ ഗുണവിശേഷങ്ങളും അങ്ങോട്ട് കൂടി ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ ധർമ്മിഷ്ഠതയ്ക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് മാറ്റി കൂടുകയാണ്, ഇല്ലേ? ഇല്ലേ? അപ്പൊ അധർമ്മവും ധാർമ്മികവുമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ നിലയിലുള്ള ഒരു മഹാഭക്തനായ അർജുനന്റെ ആ നിലപാടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ആ ഒരു ധാർമ്മിക പ്രമാണത്തിന് അനുയോജ്യമായ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചർച്ച, അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമല്ല, അദ്ദേഹം സ്വയം പറയുകയും ചെയ്തു, ഞാൻ അങ്ങനെ ജീവിക്കാൻ തയ്യാറാണ്. പറഞ്ഞില്ലേ? ഇല്ലേ? ഞാൻ എവിടെയെങ്കിലും അല്ലെ ആ നിസ്സംഗത അതും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നു, പർവ്വതനാഥ് പറഞ്ഞിരിക്കുന്നു, അർജുനൻ മോക്ഷപ്രാപ്തിക്ക് സർവ്വതാ യോഗ്യനാണ്, ഇതിൽ നിന്നും വ്യക്തമാകുന്നു എന്നിവിടെ പർവ്വതനാഥ് ആര് പറഞ്ഞിട്ടുണ്ട്? ശ്രീല പ്രഭുപാദർ ഇവിടെ പർവ്വതത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു മോക്ഷം കാക്ഷിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തില് ഭക്തനും ഇത്തരത്തിലുള്ള നിസ്സംഗതയും ഇത്തരത്തില് ഭഗവാനിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ മനസ്സിലാക്കാൻ ഉള്ള ആ താല്പര്യമുള്ള ആളാണ് യഥാർത്ഥത്തിൽ ഭക്തൻ, ഇല്ലേ? അർജുനൻ ഇവിടെ പിന്നീട് ഭഗവാന്റെ ഭക്തനാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല, ഇല്ലേ? അർജുനൻ ഇപ്പൊ ഭഗവാനുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണ്, അല്ലെ? ഭഗവാനും അർജുനനും ഒരേ തേരിലാണ്, അല്ലെ? രണ്ടുപേരും ഇരിക്കുകയാണ്, യുദ്ധ സന്നാഹത്തിന്റെ നടുക്കളത്തിലാണ് രണ്ടുപേരും, അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത്, ഈ പർവ്വതനാഥ് പറയുന്നത് എന്താണ്? ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവർക്ക് വിജ്ഞാന മേഖലയിലേക്ക് ഉയരാൻ കഴിയില്ല. ഇന്ദ്രിയ നിയന്ത്രണം എന്താണ്? ഇന്ദ്രിയ നിയന്ത്രണം എന്നുള്ളത് നമ്മൾ ഇനി വരുന്ന പിന്നീട് ശ്ലോകങ്ങളൊക്കെ അടുത്ത അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ദ്രിയങ്ങൾ എന്താണ്, അതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ പൊതുവിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവർക്ക് വിജ്ഞാന മേഖലയിലേക്ക് ഉയരാൻ കഴിയില്ല. അതുപോലെ തന്നെ ജ്ഞാനവും ഭക്തിയും ഇല്ലാതെ ആർക്കും മുക്തി നേടാനും കഴിയില്ല എന്നിവിടെ പറയുന്നുണ്ട്, ഇല്ലേ? പർവ്വതി പറഞ്ഞിട്ടില്ലേ? വായിച്ചു നോക്കണം, ഇല്ലേ? പറഞ്ഞിട്ടുണ്ട് എന്താണ്? ജ്ഞാനവും ഭക്തിയും ഇല്ലാതെ ആർക്കും മുക്തി നേടാനും കഴിയില്ല. അപ്പൊ യഥാർത്ഥ ജ്ഞാനം എന്താണ്, ഭക്തി എന്താണ്, ഇതെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഭഗവത്ഗീത പഠിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ജ്ഞാനം എന്താണ്, ഭക്തി യോഗം എന്ന് പറയുന്ന 12-ാം അധ്യായം പഠിക്കുമ്പോൾ ആ ഭഗവാൻ തന്നെ അർജുനനെ ഉപദേശിക്കുന്നുണ്ട് ഭക്തി എന്താണ്, ഭക്തൻ ആരാണ്. ഇതെല്ലാം 12-ാം അധ്യായം പഠിച്ച് ഭഗവാന്റെ ഉപദേശം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ശ്രീല പ്രഭുപാദ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ജ്ഞാനവും ഭക്തിയും ഇല്ലാതെ ആർക്കും മുക്തി നേടാനും കഴിയില്ല എന്നിവിടെ പർവ്വതത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഈ പർവ്വതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അർജുനൻ കൃഷ്ണന്റെ ഉത്തമ സുഹൃത്തും മഹാഭക്തനുമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അർജുനന് ചിന്തിക്കാനൊന്നും കഴിയില്ല. അപ്പോ ഇവിടെ അർജുനന്റെ ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? അർജുനൻ ഒരു സാധുവായ ആളാണ്, അല്ലേ? ആണോ? ഭയങ്കരനായ സാധു അല്ലാത്ത ഒരാൾക്ക് ഇത്തരത്തിലൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? ഒരിക്കലും കഴിയില്ല. ഇത് വെറുതെ കഥയല്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതാണോ? അല്ല, ഇത് യഥാർത്ഥ്യമാണ് ഇതൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? അപ്പൊ അർജുനൻ എത്രത്തോളം സാധുവായ ആളാണ്. ഇവിടെ സാധു എന്ന വാക്കിന് ഭക്തൻ എന്നാണ് അർത്ഥം. സാധു എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താണ്? അപ്പൊ നമ്മൾ സാധാരണ ആൾക്കാരെയൊക്കെ പൈസ ഇല്ലാത്തവരാണ് സാധുക്കളാണെന്നാണ് പറയുന്നത്. അതാണോ ശരി? ആണോ? പാവപ്പെട്ടതെന്നാണോ ഹിന്ദിയിൽ? അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ഇത് ഭഗവത്ഗീതയില് നമുക്ക് ഒരു ശ്ലോകമുണ്ട്, അപ്പം പറഞ്ഞുകൊണ്ട് കേൾക്കാം. അപ്പൊ ഭഗവത്ഗീതയിലെ അധ്യായം 4 ഒരു ശ്ലോകമുണ്ട്. എന്താണ്?
ആ ശ്ലോകം എന്താണ്? പരിത്രാണായ സാധൂനാം എന്നാണ്. ഇല്ലേ? എത്രാമത്തെ ശ്ലോകമാണത്? ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് 8-ാമത്തെ ശ്ലോകം. 4-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് 8-ാമത്തെ ശ്ലോകത്തിനകത്ത് പറയുന്നുണ്ട് സാധു ആരാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് 4-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് പറയുന്നുണ്ട്, ഇല്ലേ? അതിന്റെ വിവർത്തനം എന്താ കൊടുത്തിരിക്കുന്നത്? ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിന്റെ വിവർത്തനം കൊടുത്തിരിക്കുന്നത്, ഇല്ലേ? അപ്പൊ ഇവിടെ അർജുനൻ സാധു ആവുമ്പോ അർജുനൻ ആരാണ്? ഭക്തനാണ്, സാധു, ഇല്ലേ? ഇപ്പൊ ഇവിടെ അർജുനനോടൊപ്പം ആരുണ്ട്? കൃഷ്ണനുണ്ട്. എന്തിനു വേണ്ടിയാണ് അർജുനനോടൊപ്പം ഭഗവാൻ കൂടിയിരിക്കുന്നത്? ഭക്തനായ അർജുനന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ഭഗവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, അല്ലേ? എതിർപക്ഷത്ത് ഇപ്പൊ ആരാ ഉള്ളത്? ശത്രുക്കളാണ്. ആരുടെ? അർജുനന്റെ, അല്ലേ? ശത്രുപക്ഷത്തല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ശത്രുപക്ഷത്ത്, അല്ലേ? അപ്പോ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്, ഇല്ലേ? യഥാഗി ധർമ്മം, അതിന് ശ്ലോകം ഇല്ലേ? ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അത്യുത്ഥാനം അധർമ്മസ്യ എന്ന് പറഞ്ഞ ശ്ലോകമുണ്ട്, ഇല്ലേ? അത് അതിനകത്ത് അടുത്ത് തന്നെ ഇല്ലേ? ഇല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ സാധു, ഇല്ലേ, ഒരു പുണ്യാത്മാവും ഭക്തനുമൊക്കെയാണ് സാധു എന്ന് പറയുന്നത്. അല്ലാതെ പാവപ്പെട്ടവരെന്ന് പറയുന്നവരോ പൈസ ഇല്ലാത്തവരോ അല്ല യഥാർത്ഥ സാധു. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പൊ ഭഗവാന്റെ ഭക്തനാണ് യഥാർത്ഥ സാധു. അപ്പൊ അത് ഈ ശ്ലോകത്തിനകത്ത് വാക്ക് നിങ്ങൾ എടുത്ത് വായിച്ചത് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? പരിത്രാണായ സാധൂനാം, സാധു എന്നല്ലേ വാക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അങ്ങനെ അവരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനുമായിട്ട് ഞാൻ യുഗം തോറും അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാര് പറയുന്നു? ഭഗവാൻ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഈ 4-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് ശ്ലോകം 8, ഇല്ലേ? അപ്പോ ഈ ഇത്തരത്തില് ഇവിടെ നേരത്തെ നമ്മൾ വായിച്ചതാണ്. എന്താണ് ഇതിന്റെ പർപ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മൾ മോക്ഷമൊക്കെ കാക്ഷിക്കുന്നുണ്ട് പലരും, അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത് എന്താണ്? ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവർക്ക്, ഇന്ദ്രിയങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാം, ഗീത പഠിക്കുമ്പോൾ മനസ്സിലാക്കാം ഇന്ദ്രിയങ്ങൾ എന്താണെന്നൊക്കെ. അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവർക്ക് വിജ്ഞാന മേഖലയിലേക്ക് ഉയരാനും പറ്റില്ല. അപ്പൊ ജ്ഞാനവും ഉണ്ട്, വിജ്ഞാനവും ഉണ്ട്. അത് ഏത് അധ്യായത്തിന്റെ അകത്താണ്? 7-ാമത്തെ അധ്യായം, ജ്ഞാന വിജ്ഞാന യോഗം. അപ്പൊ 7-ാമത്തെ അധ്യായം പഠിക്കുമ്പോഴേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അതിലേക്ക് പോയിട്ടില്ല. ശരി, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് വിജ്ഞാന മേഖലയിലേക്ക് ഉയരാനും കഴിയില്ല. അപ്പൊ അറിവ് നേടി പിന്നെ അത് വിജ്ഞാനമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ 7-ാമത്തെ അധ്യായം വരുമ്പോൾ അത് എന്താണെന്ന് അന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ജ്ഞാനവും ഭക്തിയും ഇല്ലാതെ ആർക്കും മുക്തി നേടാനും കഴിയില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഒരു മനുഷ്യ ജന്മത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ആവശ്യമല്ലേ? ആണോ അല്ലേ? എന്താ പറയുന്നത്? സാറിന്റെ അഭിപ്രായം എന്താ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മളിവിടെ പലപ്പോഴും പറഞ്ഞ നമ്മൾക്ക് അറിയാവുന്ന സാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ സാധുക്കളായിട്ട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൈസ കിട്ടാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി സാധുത്വം മാറാൻ വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പരിത്രാണായ സാധുവിനാന്ന് ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകം അനുസരിച്ച് പൈസ ഇല്ലാത്തവരാണ് ഇഷ്ടം പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല, ഭഗവാന്റെ ഭക്തനെയാണ് യഥാർത്ഥത്തിൽ സാധുക്കളായിട്ട് കാണുന്നത്. എന്തുകൊണ്ട്? കൃഷ്ണനുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ ഭക്തന് മാത്രമേ അർജുനന്റെ ഇവിടെ നമ്മൾ വായിച്ചു പോയ അധ്യായത്തിന്റെ അകത്ത് കണ്ട ശ്ലോകങ്ങളിലുള്ള ആ ഗുണവിശേഷങ്ങൾ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമുക്കും അത്തരത്തിലുള്ള ഗുണവിശേഷങ്ങൾ വളർത്തിയെടുത്ത് ഭഗവാന്റെ ഒരു ഭക്തനായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആര് രക്ഷിക്കും?
രക്ഷിക്കില്ലേ? ഇപ്പോ ഇവിടെ പറഞ്ഞില്ലേ ഈ 4-ാമത്തെ പിന്നീട് ശ്ലോകത്തില് പിന്നീട് അധ്യായത്തിന്റെ അകത്ത് പറഞ്ഞില്ലേ അല്ലേ? നമ്മൾ വായിച്ചാണ് അല്ലെ? പരിത്രാണായ സാധുന അല്ലെ? അപ്പൊ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും അല്ലേ? ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും. ഇപ്പൊ അർജുനന്റെ നിലപാട് എന്താണ്? അവര് ആണെങ്കിലും അർജുനൻ അവരെ കൊല്ലാൻ തയ്യാറാണ്. അത്രയ്ക്കും സാധുവാണ് ആര്? ഒന്ന് ആലോചിച്ച് നോക്കണേ അല്ലേ? അവരെ കൊല്ലാൻ വേണ്ടി റെഡിയായി വിട്ട് വന്ന് നിൽക്കുന്നു എന്ന് ഈ ശ്ലോകത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. എങ്കിലും കണ്ടോ, എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു കൃഷ്ണ എന്ന് ഈ ശ്ലോകത്തിനകത്ത് പറഞ്ഞില്ലേ? 6-ാമത്തെ ശ്ലോകത്തിന്റെ അല്ലെ? അപ്പൊ ആ എതിർപക്ഷത്തുള്ളവർ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകളുണ്ടോ? അപ്പൊ അധർമ്മം മുന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഭഗവത് ഭക്തി കിട്ടില്ല. ഭഗവാൻ ആരാണെന്ന് അറിയാനും കഴിയില്ല. ഭഗവാൻ നമ്മളുമായിട്ട് നമ്മുടെ സംരക്ഷണത്തിന് വരത്തും ഇല്ലേ? ഇല്ലേ? അഥവാ വരികയാണെങ്കിലോ ഭഗവാൻ എന്തായിരിക്കും ചെയ്യുന്നത്? രാവണനെ കംസനം പോലെ നിഗ്രഹിക്കാനായിരിക്കും വരും ഇല്ലേ? അവരെപ്പോഴും രാവണനും കംസനും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിട്ടുള്ളത്? അവര് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയും ഈശ്വരാവബോധത്തിന് എതിരായി പ്രവർത്തിക്കുകയും തന്റെ ശക്തി സ്വയം ശക്തിയിൽ അഹങ്കരിക്കുകയും ചെയ്തവരാണ് എന്ന് നമ്മൾ പൊതുവിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നിൽ പല പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, എങ്കിലും പൊതുവിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അഹങ്കാരികൾ അല്ലേ? അല്ലേ? ആസുര സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലെ? ഈശ്വരരഹിതമായ ആ കാര്യങ്ങളിൽ അവർക്ക് ഒരിക്കലും താല്പര്യമില്ലാത്തവരും കൂടിയാണ്. അപ്പൊ ഭക്തന്മാർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈശ്വര വിശ്വാസവും ആ ഒരു ഉറച്ച മനസ്സും ഒക്കെ ഭഗവാനിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഭക്തനായി വരിക എന്നുള്ളതാണ് ഈ ഭഗവാന്റെ ആ അനുഗ്രഹം ഇല്ലേ? ആ രക്ഷ ഒക്കെ നമുക്ക് നേടുന്നതിന് ഉചിതമായ മാർഗം എന്താണ്? ഭക്തിയോഗം, ഭക്തൻ, ഭക്തിയോഗം, ഭഗവാൻ ഇല്ലേ? ഇതാണ് നമുക്ക് ശരിയായ മാർഗം അല്ലേ? ഇല്ലേ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ധാർമ്മിക പ്രമാണങ്ങളൊക്കെ എന്താണ്? ഭഗവത്ഗീത ധാർമ്മിക പ്രമാണങ്ങളെ വിവരിക്കുന്നുണ്ടോ? ഉണ്ടോ? ധർമ്മത്തെ കുറിച്ച് ഇപ്പൊ ഭഗവാൻ നേരത്തെ ഗീതയിലെ പറഞ്ഞ ആ ശ്ലോകത്തിനകത്ത് എന്താ പറഞ്ഞത്? ധർമ്മത്തിനൊക്കെ എതിരായി ഞാൻ അവരെ നിഗ്രഹിക്കും അല്ലേ? അധർമ്മത്തിന് നിൽക്കുന്നവരെയൊക്കെ അല്ലേ? നിൽക്കുന്നവര് ധാർമ്മിക പ്രമാണങ്ങളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരും അതിനെതിരായി പ്രവർത്തിക്കുന്നവരെയും അവരെ നിഗ്രഹിക്കുകയും ഭക്തന്മാർക്ക് പിന്നെ എന്താ പറയുന്നത്? അർജുനന്റെ നിലപാടാണ് എന്താണ്? വേറെ ആരും രക്ഷിക്കാനില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭക്തൻ അതാണ് യഥാർത്ഥ സാധു ഇല്ലേ? പരിത്രാണായ സാധു ഇല്ലേ? അപ്പൊ അതാണ് സാധുക്കളുടെ ആ അവസ്ഥ. അതാണ് അവരെന്തിനും ആരെ ആശ്രയിക്കും? ഭഗവാനെ മാത്രം, ഈശ്വരനെ മാത്രം ഇല്ലേ? ഈശ്വര പരമാകൃഷ്ണ സച്ചിത് ആനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ കാരണം എന്ന് ബ്രഹ്മദേവൻ ബ്രഹ്മസംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് പാടിയിട്ടുണ്ട്. ബ്രഹ്മാവ് പോലും പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ തന്നെയാണ് ഈശ്വരൻ, പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഈശ്വരൻ എന്ന് ബ്രഹ്മസംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ബ്രഹ്മദേവൻ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ അധാർമികളായ ആൾക്കാർ മറുപക്ഷത്ത് നിൽക്കുകയാണ്. ഇവിടെ ഈ ശ്ലോകത്തിനകത്ത് അർജുനൻ പറഞ്ഞ എന്താണ്? അവരെ തോൽപ്പിക്കപ്പെടുന്നു. ഏതാണ് നമുക്ക് നല്ലതെന്ന് അറിയത്തില്ല. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നൊക്കെയാണ് അർജുനന്റെ വാദം. അപ്പൊ അർജുനൻ ഇവിടെ തീർത്ത് പറയുന്നത് എന്തിനാണ് നമ്മൾ അവരെയൊക്കെ വധിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് കൃഷ്ണ? അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരിപ്പോ യുദ്ധത്തിന് വേണ്ടി അവിടെ എതിർവശത്ത് വന്ന് എല്ലാവരും അണിനിരം നിൽക്കുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആർക്ക്. അർജുനൻ ഇപ്പൊ ആകെ വിഷമഘട്ടത്തിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. അപ്പോ ഇതില് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇപ്പൊ അർജുനൻ ആ അവസ്ഥയിലാണ് അല്ലേ? എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടാൻ നിൽക്കുകയാണ് ഈ 6-ാമത്തെ ശ്ലോകത്തിന്റെ അകത്ത്, 2-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാണുന്നതല്ലേ? അല്ലേ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ആഴ്ച പഠിക്കുമ്പോൾ അതും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തില് ധാർമ്മിക പ്രമാണങ്ങളൊക്കെ വേദസംഹിതകളാണ്. ധാർമ്മിക പ്രമാണങ്ങളൊക്കെ വേദസംഹിതകളാണ്. അപ്പോ
അധർമ്മം വർദ്ധിച്ചു വരുമ്പോൾ എന്ത് പറ്റും? വേദോക്ത ആചാരങ്ങളൊന്നും ശരിക്ക് അനുഷ്ഠിക്കാതെ വരുമ്പോൾ മനുഷ്യർ എന്തായിട്ട് മാറും? അധാർമികളാകും. അപ്പൊ വേദ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മനുഷ്യനെ അത് അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടാകും? സദ്ഗുണങ്ങളെല്ലാം വളർന്നു വരും, ഭക്തനായി മാറും. അതിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അർജുനനെ പോലെ നല്ല സാധുവായ നിലയിലേക്ക് നമ്മൾ വരും, ഇല്ലേ? അഹങ്കാരമൊക്കെ മാറി, ഇല്ലേ? അല്ലേ? ഭക്തനായിട്ട് വരും. അപ്പൊ ഭക്തന്റെ സംരക്ഷണം ഭഗവാനാണ് ഏറ്റെടുക്കുന്നതെന്ന് നമ്മൾ 4-ാമത്തെ അധ്യായത്തിനകത്ത് ശ്ലോകം വായിച്ചതാണ്, അല്ലേ? പരിത്രാണായ അപ്പൊ ഇല്ലേ, രക്ഷിക്കുന്ന ആരാണ്? അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ, കൃഷ്ണന്റെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആരായി മാറണം? അർജുനനെ പോലെ നമ്മൾ ഒരു സാധുവായി മാറണം, അഥവാ ഭക്തനായി മാറണം. അല്ലാതെ ഞാൻ വലിയ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാനിപ്പോ കാണിച്ചതാ, എല്ലാരെയും കൊന്ന് കൊലവിളിക്കാം, ഇല്ലേ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരെ ഭഗവാൻ രക്ഷിക്കാൻ വരുമോ? ഈശ്വരന്റെ അനുഗ്രഹം കിട്ടില്ല, ഇല്ലേ? ഇപ്പൊ ഈശ്വരൻ ഇപ്പൊ ആരുടെ ഭാഗത്താണ്? കൃഷ്ണൻ അർജുന പക്ഷത്താണ്. അത് ഗീതയിൽ കൃത്യമായി ഈ വരുന്ന അധ്യായത്തിനകത്ത് കൃഷ്ണൻ അത് പറയുന്നുണ്ട്, ഇല്ലേ? നമ്മളിപ്പോ വായിച്ച ശ്ലോകത്തിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ഇല്ലേ? സാധുക്കളെ ഞാൻ രക്ഷിക്കുകയും ദുഷ്ടന്മാരെ ഞാൻ നിഗ്രഹിക്കുകയും ചെയ്യുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 4-ാമത്തെ അധ്യായത്തിന്റെ, ഇല്ലേ? അപ്പൊ അധർമ്മം വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ധാർമ്മിക പ്രമാണങ്ങളൊക്കെ മനുഷ്യര് അനുഷ്ഠിക്കാതെ വരും. അങ്ങനെ ധാർമ്മിക പ്രമാണങ്ങള് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ധാർമ്മിക പ്രമാണ ഗ്രന്ഥമാണ്. അപ്പൊ ഈ ഗ്രന്ഥത്തിനകത്ത് ഭഗവാൻ വ്യക്തമായി അർജുനനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് പഠിക്കുന്ന നമുക്കും വായിക്കുന്ന നമുക്കും ഇത് കേൾക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ഭക്തന്റെ നിലയിലേക്ക് ഉയർന്നു വരാനും നമുക്കും അതിനുള്ള അവസരമുണ്ട്. പക്ഷെ നമ്മൾ അതിന് തയ്യാറാവണം. ഭഗവാൻ പോകുന്ന നമ്മൾ രാവിലെ വന്ന് അടിച്ചുറച്ചു, നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് ഇല്ലേ വൈകുന്നേരം ഇവിടെ വരാനും ഇത് കേൾക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഇത് നന്നായി പഠിച്ച് മനസ്സിലാക്കണം, ഇല്ലേ? നേരത്തെ പറഞ്ഞു, വർക്കൗട്ടിൽ പറഞ്ഞത് എന്താണ്? ജ്ഞാനവും ഭക്തിയും ഇല്ലാതെ ആർക്കും മുക്തി നേടാനും കഴിയില്ല. പിന്നെന്താ പറഞ്ഞത്? ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവർക്ക് വിജ്ഞാന മേഖലയിലേക്ക് ഉയരാനും കഴിയില്ല. ഭാവാർത്ഥത്തിനകത്ത് ശ്രീല പ്രഭുപാദന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പഞ്ച ഇന്ദ്രിയ ഒക്കെയാണ് ശരീരത്തിന്റെ, അല്ലേ? ഇല്ലേ? നമുക്ക് ഇപ്പൊ നിയന്ത്രിക്കാൻ ആഹാരം കൺട്രോൾ ചെയ്യണം, രസന, നാവിന്റെ രുചിയൊക്കെ നമുക്ക് ഇപ്പൊ നിർത്താൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്, ഇല്ലേ? ചായ കൂടി ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ലേ? നാവില് നമുക്ക് അതൊരു വലിയ ടേസ്റ്റ് ആയിപ്പോയി, അത് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തലവേദന എടുക്കുന്നു, അവിടെ വേദന ഇവിടെ വേദന, ചായ കുടിച്ചിട്ട ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, ഇല്ലേ? അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവർക്ക് എന്താണ്? വിജ്ഞാന മേഖലയിലേക്ക് ഉയരാൻ പറ്റും. ഭഗവാന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഭക്തിയുത സേവനമാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ഭഗവാനെ ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അത് ശരിയായ വിധത്തിൽ അനുഷ്ഠിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാൻ, ഇന്ദ്രിയങ്ങൾ ശരീരത്തിന് ചില രീതികളൊക്കെ ഉണ്ട്, അല്ലേ? ഇപ്പൊ ചാനലിനകത്തൊക്കെ നമ്മൾ എപ്പോഴും സീരിയൽ കണ്ട് അതിന്റെ അകത്തുള്ള ആടി ബഹള ഇത് കുത്ത് വെട്ട് അത് കണ്ടാൽ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പ്രശുദ്ധമായി നമ്മൾ ആ കാണുന്നവരോടത്തൊക്കെ അടി ഉണ്ടാക്കാനായിട്ട് ഇറങ്ങും, സത്യമല്ലേ? അല്ലെങ്കിൽ അതിൽ കണ്ടതൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൂട്ടാനും ഇറങ്ങും. അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഏത് നിലയിലോട്ട് പോകും? അധർമ്മികളായിട്ട് മാറും, ഇല്ലേ? ധർമ്മത്തിന്റെ എതിരായിട്ട് മാറുകയും പിന്നെ ഭഗവാൻ നമ്മളെയൊക്കെ നിഗ്രഹിക്കാൻ വരേണ്ടി വരും. ഭഗവാനും ചോദ്യമാവും, അല്ലേ? സത്യമല്ലേ? അല്ലേ? കംസനെയും രാവണനെയൊക്കെ പിന്നെ ഇല്ലേ അവരുടെ പ്രവൃത്തികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രാമായണത്തിലൊക്കെ നമ്മൾ കഥകളൊക്കെ കേട്ടിട്ടുള്ളതാണ്, ഇല്ലേ? എന്തൊക്കെ ചെയ്ത കഥ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം, ഇല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ധാർമ്മിക പ്രമാണങ്ങളൊക്കെ ഒഴിവാക്കി തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും ഉദ്ഗതി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിഷ്ടം പോലെയുള്ള പ്രവൃത്തികളൊക്കെ മതിയാക്കി ഇത്തരത്തിലുള്ള ഭഗവാന്റെ ആ നിർദ്ദേശങ്ങളൊക്കെ ഗീത പഠിക്കണം. അപ്പൊ ഗീതയുടെ അകത്ത് എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോ വേദോക്ത സിദ്ധാന്തങ്ങള് ദൈവിക നിയമങ്ങളാണെന്ന്, വൈദിക നിയമങ്ങളെല്ലാം യഥാർത്ഥത്തില് വേദോക്ത സിദ്ധാന്തങ്ങളെല്ലാം ദൈവികമായ നിയമങ്ങളാണെന്ന് ഭാഗവത്തിനകത്ത് പറയും, ശ്രീമദ് ഭാഗവതത്തിനകത്ത് അത് പറഞ്ഞു. അപ്പൊ ഈ പ്രമാണങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് ആരാണ്?
ഇവിടെ ഗീത പറഞ്ഞത് ആരാണ്? ആരാണ് ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്ലോകം പറഞ്ഞതാര്? ഇത് പറഞ്ഞതാര്? അർജുനൻ. ഇനി അങ്ങോട്ട് ആര് സംസാരിക്കും? വരുന്ന തുടർന്നുള്ള ശ്ലോകങ്ങളിലൊക്കെ ഭഗവാൻ സംസാരിക്കുന്നതിന് വേണ്ടി ഇപ്പോ അതിനുള്ള അവസരം ഉണ്ടാക്കി വരുന്ന ആരാണ്? അർജുനൻ. കൃഷ്ണനോട് പല കാര്യങ്ങളും പറയുകയാണ്. ഇനി ഇതിന്റെ മറുപടി ആര് പറയും? ഭഗവാൻ നമ്മളെ പഠിപ്പിക്കും. ഗീതയിലൂടെ നമ്മളെ ഭഗവാൻ പറഞ്ഞ് പഠിപ്പിക്കും. അപ്പൊ ആ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആരാവണം? സാധു ഭക്തനാവണം, അല്ലേ? അപ്പോ ഭഗവാൻ നമ്മുടെ ദോഷങ്ങളൊക്കെ ഒഴിവാകുന്നതിന് അനുയോജ്യമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി തരും, അല്ലേ? അപ്പൊ കൃഷ്ണഭക്തനാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ജന്മത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ. അതാണെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അത് എവിടെ പറഞ്ഞിട്ടുണ്ട്? അപ്പൊ വേദപ്രമാണങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. അതിനുശേഷം അത് ആദ്യമായി ബ്രഹ്മാവിന് കൊടുത്തു. ആര്? ഇതെവിടെ പറഞ്ഞിട്ടുണ്ട്? ശ്രീമദ് ഭാഗവത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ആ 4-ാമത്തെ നിങ്ങൾ ആ പറഞ്ഞ അധ്യായത്തിന്റെ അകത്ത് നമ്മൾ പറഞ്ഞില്ലേ, പരിത്രാണായ ആ 8-ാമത്തെ ശ്ലോകത്തിനകത്ത് അതിന്റെ വിവരണമുണ്ട്. ഈ പർപ്പട്ടിനകത്തുണ്ട്. അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കാം. അപ്പൊ അത് മനസ്സിലാക്കും. അപ്പൊ ബ്രഹ്മാവിന് ഈ വേദങ്ങളൊക്കെ ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് ആരാണ്? കൃഷ്ണനാണ് പറഞ്ഞു കൊടുത്തത്. ഭാഗവത്തിനകത്തുണ്ട്. ഭാഗവതെല്ലാം നമ്മൾ ഇനി പഠിക്കും. വരുന്ന കാലങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഭാഗവതം സെറ്റ് ഫുള്ളായിട്ട് നമ്മുടെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലുണ്ട്. ഫുള്ളുണ്ട്. നിങ്ങൾക്ക് അത് വായിച്ച് പഠിക്കാവുന്നതാണ്. ഭാഗവത സെറ്റ് അവിടെ അത് വായിച്ച് പഠിക്കണം. എങ്കിലും നമുക്ക് ധാർമ്മിക പ്രമാണങ്ങളൊക്കെ എന്താണെന്ന് അതിനകത്ത് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കൃഷ്ണൻ ആർക്ക് പറഞ്ഞു കൊടുത്തു വേദങ്ങളൊക്കെ? ബ്രഹ്മാവിനെ ആദ്യമായിട്ട് ഉപദേശിച്ചത് കൃഷ്ണൻ തന്നെയാണെന്ന് ഭാഗവതം പറഞ്ഞിട്ടുള്ളത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ അതുകൊണ്ട് ധാർമ്മിക പ്രമാണങ്ങൾ ഭഗവതാജ്ഞകളാണെന്ന് വരുന്നു. അപ്പൊ ഗീത യഥാർത്ഥത്തില് ഇത് വേറെ ആരിപ്പോ പലരും ചിലപ്പോഴൊക്കെ നമ്മൾ പിന്നീട് ഗീത പഠിക്കുമ്പോൾ ഒരു കഥാബുക്കായിട്ട് ചിലർ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഗീത എന്ന് പറയുന്ന ഒരു കഥാബുക്കാണ്, ഭഗവാൻ എന്ന് പറയുന്നത് ഒരു രാജാവാണ്. അങ്ങനെ അതൊന്നും അല്ല വാസ്തവം. ആണോ? അല്ല, ഭഗവാൻ ഈശ്വരനാണ്, അല്ലേ? അപ്പൊ അതിനെക്കുറിച്ചൊന്നും ശരിയായ ഗുരുക്കന്മാരില്ലാതെ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് വഴിതെറ്റി, ഇല്ലേ? ഗുരു ഇല്ലാതെ നമ്മൾ ഇല്ലേ? ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ, അല്ലെ? അപ്പൊ ആ അജ്ഞാനം, ആ അറിവ്, ഇല്ലേ? നമുക്ക് തരുന്നത് ആരാണ്? ആ ഗുരുവിന്റെ അനുഗ്രഹം. അപ്പൊ പരമഗുരു ആരാണ്? ഭഗവാൻ തന്നെയാണ്. ആ ഗുരു പരമ്പരയാണ്. ഭഗവാനിൽ നിന്ന് വരുന്ന ആ ഒരു പരമ്പരയിലൂടെയാണ് നമുക്ക് ഈ ഗീത നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല, ഇല്ലേ? അപ്പൊ ആ പരമ്പര ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയി നമ്മൾ ഇത്തരത്തിലുള്ള ഗീത ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗുരുക്കൻ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറഞ്ഞു തരും, നമ്മൾ അത് വിശ്വസിക്കുകയും അതാണ് സത്യമെന്ന് വിചാരിക്കുകയും സംഭവിക്കുന്നത് എന്താണ്? ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മളും അധാർമികളായിട്ട് മാറും. അധാർമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിയായ ധർമ്മം ഏതാണ്, അധർമ്മം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഇവിടെ കാണുന്നതൊക്കെ ശരിയായിട്ട് യഥാർത്ഥത്തിൽ ധാർമ്മിക പ്രമാണങ്ങളാണോ അല്ലേ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്, അല്ലേ? പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ധർമ്മത്തിനെതിരായ കാര്യങ്ങളായിരിക്കും. നമ്മൾ ശരിയാണെന്നാണ് ചിലപ്പോൾ കരുതി വെച്ചിരിക്കുന്നത്, ഇല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് അറിയാം, പിന്നീട് മറ്റൊരു ജീവിയെ കൊല്ലരുത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേദങ്ങളുടെ അകത്ത് ജന്തു ഹിംസ ചെയ്യാം എന്ന് വിധി പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെതായ ചില വിധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ദിവസവും ജീവിയെ കൊന്ന് തിന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോഴത്തേക്കാണ് ഭഗവാൻ തന്നെ ബുദ്ധനായിട്ട് അവതരിച്ചു. ബുദ്ധനായിട്ട് അവതരിച്ച് അഹിംസ, ഹിംസിക്കാൻ പാടില്ല ഒന്നിനെയും, ഇങ്ങനെ നിങ്ങൾക്ക് തോന്നും പോലെ ഡെയിലി പിന്നീട് മാംസം ഭക്ഷിക്കണമെന്ന് പറഞ്ഞ് കിട്ടുന്നതിനെ എല്ലാത്തിനെയും കണ്ടതിനെയൊക്കെ പിടിച്ചിട്ട് കൊല്ലാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ഏത് രൂപത്തിൽ വന്നു? ബുദ്ധാവതാരമായിട്ട്, ഇല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ ശ്ലോകത്തിനകത്ത് പറഞ്ഞ എന്താണ്? അധർമ്മം വർദ്ധിക്കുമ്പോൾ ഞാൻ തന്നെ വരും. അപ്പൊ ഇപ്പൊ കലികാലമാണ്, ഇപ്പോഴും കലിയുഗമല്ലേ, ഇല്ലേ? അപ്പൊ കലിയുഗത്തിൽ ഭഗവാൻ വന്നോ? കലിയുഗത്തിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ദുരിതങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്, അല്ലേ? ബാമ്പും വെടിയും തോക്കും ആ ബഹളമാണ് മൊത്തത്തിൽ, ആണ്, അല്ലേ? നമ്മൾ കാണുന്നതല്ലേ? നിരപരാധികളെ വെടിവെച്ച് കൊല്ലുക. ഇത് ഇപ്പൊ നമ്മൾ ഇവിടെ ഇതൊക്കെ ഇതിനകത്ത് ചർച്ചാ വിഷയമാണ്. ഭഗവത്ഗീതയിൽ ഇല്ലാത്തത് ഒന്നുമേ ഇല്ല, ഇല്ലേ? നമ്മൾ ഇത് നിരപരാധികളായ ആൾക്കാരെ കൊന്നില്ലേ? അങ്ങനെ നിരായുധരായി നിൽക്കുന്ന ആളെ യുദ്ധത്തിൽ കൊല്ലാൻ പോലും പാടില്ല. യുദ്ധത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും
പരസ്പരം യുദ്ധം ചെയ്യാമെന്നവരാണെങ്കിൽ ആയുധമില്ലാതെ സറണ്ടറായി സമർപ്പണം ചെയ്ത് നിൽക്കുന്ന വ്യക്തി യുദ്ധ നിയമം അനുസരിച്ച് അതൊക്കെയാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. കൊല്ലാൻ പാടില്ല. ഇവിടെ ഒരു ഇതുമില്ലാത്ത ആൾക്കാരെയൊക്കെയാണ് വെടിവെച്ചു കൊല്ലുന്നത്. സത്യമല്ലേ? അപ്പോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ധാർമ്മിക പ്രമാണങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ ഇത് നമ്മൾ ലോകത്തിൽ പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കും മനസ്സിലാക്കാൻ പറ്റും എന്ത് ചെയ്യാൻ പാടുണ്ട്, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ തോന്നും പോലെ ഓരോന്ന് ചെയ്യും, അതിൻ്റെതായ ഫലങ്ങൾ നമ്മൾ സ്വയം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അത് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് കൃഷ്ണനെ കൊടുന്ന് കരഞ്ഞു വിളിച്ചിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീത ധാർമ്മിക പ്രമാണമാണ്. അത് ഭഗവാൻ സ്വയം അർജുനോട് ഉപദേശിച്ചതാണ്. ശ്രീകൃഷ്ണൻ തന്നെയാണ് ഭഗവത്ഗീത അർജുനോട് ഉപദേശിച്ചത്. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. അപ്പൊ ധാർമ്മിക പ്രമാണങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് ആരാണ്? സാക്ഷാൽ ശ്രീ ഭഗവാനാണ്, കൃഷ്ണനാണ് എന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ കാര്യങ്ങളിൽ ഈ പ്രമാണം യഥാർത്ഥത്തിൽ വളരെ വ്യക്തമായി ഭഗവത്ഗീതയിലുടനീളം ആര് പറഞ്ഞിട്ടുണ്ട്? കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ആരോട് പറയുന്നു? അർജുനനോട് പറയുന്നുണ്ട്. അതിന്റെ വളരെ ഭാവാർത്ഥത്തില് വളരെ വ്യക്തമായിട്ട് നമുക്ക് ശ്രീല പ്രഭുപാദന ഗുരുപരമ്പരയിലെ വ്യക്തിയാണത്. ഇല്ലേ? ബ്രഹ്മാവിൽ നിന്നെല്ലാം വരുന്ന ആ ഗുരുപരമ്പരയിൽ ഇല്ലേ? അപ്പൊ വേദം ആദ്യം കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് ആർക്കാണ്? ഉപദേശിച്ചത് ആർക്കാണ്? നിങ്ങൾ ഞാൻ പറഞ്ഞ 4-ലെ 8-ാമത്തെ ശ്ലോകത്തിനകത്ത് പഠിക്കുമ്പോൾ കാണാം. ഇപ്പൊ വേണ്ട, പിന്നെ പഠിച്ചാൽ അത് വായിക്കുമ്പോൾ അത് അതിനകത്ത്. അപ്പൊ വേദങ്ങളൊക്കെ ആദ്യമായിട്ട് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്ത ഭഗവാനാണ് അല്ലേ? അപ്പൊ ആ ധാർമ്മിക പ്രമാണങ്ങൾ നമുക്ക് ആ ഒരു പരമ്പരയിലൂടെ വരണം. ഇല്ലേ? ബ്രഹ്മാവിൽ നിന്ന് അങ്ങനെ ഒരു പരമ്പരയുണ്ട്. നാരദമുനി, ഋഷി വേദങ്ങളൊക്കെ സൃഷ്ടിച്ചത് വ്യാസദേവനാണ്. ഇല്ലേ? പിന്നെ അദ്ദേഹത്തിന്റെ ആ പരമ്പരയിൽ വരുന്ന ശുഗ ഋഷി ഇല്ലേ? ഇങ്ങനെ വരുന്ന ആ പരമ്പരയിലൂടെയാണ് ഇതൊരു റൂട്ടാണ്. അപ്പൊ അതിലൂടെ നമ്മൾ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. കറക്റ്റായിട്ട് നമുക്ക് ജ്ഞാനം എന്താണ്, വിജ്ഞാനം എന്താണ്, ഭക്തി എന്താണ്, ഇതൊക്കെ നമുക്ക് അല്ലേ? ഭക്തൻ ആരാണ്, സാധു ആരാണ്, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സത്സംഗം വളരെ വിലപ്പെട്ടതാണ്. സത്സംഗം എന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ്? സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചിത്ത്, സത്ത് ചിത്ത് ഇല്ലേ? അപ്പൊ സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ സത്സംഗം ഇല്ലേ? ഇവിടെ നമ്മൾ ചേർന്ന് ഇവിടെ വന്ന് നമ്മൾ ഈ പഠിക്കുന്ന ഈ കാര്യം വരുന്ന ജന്മങ്ങളിൽ പോലും നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകും. ഇത് ഒരിക്കലും നശിച്ചു പോകില്ല. വെറുതെ വന്നിരുന്ന് കേട്ടിരുന്നാലും വരുന്ന ജന്മത്തിൽ ഇതിന്റെ ഫലം ഉണ്ടാവും. അതാണ് സത്ത് എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സത്സംഗം. ഇത് ഒരിക്കലും ഇന്നൊരു ദിവസം ഇവിടെ വന്നിരുന്ന് കേട്ടത് കൊണ്ട് ഒരിക്കലും നമുക്കത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അത് ശരീരം നശിക്കുന്നതോടുകൂടി എല്ലാം ബാങ്ക് ബാലൻസും സൗന്ദര്യം എല്ലാം ശരീരം പോലും നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതായി അല്ലേ? സത്യമല്ലേ? അല്ലേ? അപ്പൊ നാശമില്ലാത്ത കാര്യമല്ലേ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട? നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ? ആണോ അല്ലേ? നശിച്ചു പോകാത്തതല്ലേ? നമ്മൾ വീട് വെച്ചുണ്ടാക്കിയാലും ഒരിക്കലും അത് പൊളിഞ്ഞു പോകരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിച്ചാണ് വെക്കുന്നത്. എന്നാൽ കാലക്രമേണ അത് ഇടിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വീഴും. എന്തുകൊണ്ടാണ്? പഴക്കം ഇല്ലേ? ഒരു കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. എന്തുകൊണ്ടാണ്? ആ ചെറിയ കുട്ടിയുടെ കളിയും അതും ഇതൊക്കെ. കാലക്രമേണ ഈ കുട്ടി തന്നെ നമുക്ക് ശത്രുവായി ഇല്ലേ? എന്തുകൊണ്ടാണ്? അധാർമികമായിട്ട് അവനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് സ്വയം അതിന്റെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഭാഗവതനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ഏറ്റെടുക്കും. വളർത്തു ദോഷം എന്നൊക്കെ പണ്ട് പറയാറുണ്ട് ഇല്ലേ? അപ്പൊ കുട്ടികളെയൊക്കെ സത്സംഗത്തിൽ വ്യാപരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് പഠിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ അവര് ആ അർജുനന്റേതായ പോലുള്ള ആ സാധുക്കളായിട്ടുള്ള വളർന്നു കഴിഞ്ഞാൽ അച്ഛനെ അമ്മേനെ എല്ലാവരും വയസ്സുകാലത്ത് ഭംഗിയായി നമ്മളെ സംരക്ഷിക്കും ഇല്ലേ? അവര് നമ്മൾ വസ്തുവും വകകളും കൊടുത്തില്ലെങ്കിലും അർജുനന്റെ മെന്റാലിറ്റി ആണെങ്കിൽ നമ്മൾ നോക്കത്തില്ലേ? ആണോ? അർജുനൻ എന്താണ് പറഞ്ഞ? ഭിക്ഷാടനം നടത്തി എവിടെയെങ്കിലും കാട്ടിപ്പോയി തെറ്റിക്കോളാം. ഇപ്പൊ ഉള്ള മക്കൾ പറയാൻ തയ്യാറാവും. അങ്ങനെ പറയും. തന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് നോക്കിച്ചാൽ മതി, എനിക്ക് എഴുതി തരാത്ത എന്ത് ഞാൻ നോക്കത്തില്ല എന്നേ പറയുള്ളൂ ഇല്ലേ? ഭൗതിക സമ്പത്ത് പൈസ കൊടുത്തില്ലെങ്കിൽ നോക്കൂ.
അർജുനനെ പോലെ ഭക്തനല്ലാത്തവർ ചെയ്യത്തില്ല. അപ്പൊ ഭക്തനാവുക, സാധുവാവുക, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിന് ഒരു മൂല്യവും ക്വാളിറ്റിയും ഒന്നും ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ ജീവിച്ച് മൃഗങ്ങളെ പോലെ ഒരു ദിവസം മരിച്ചു പോകും. അങ്ങനെ അല്ല വേണ്ടതെന്നാണ് ഇവിടെ ഭഗവത്ഗീതയില് ആര് പഠിപ്പിക്കുന്നു? ഭഗവാൻ ഇനി അങ്ങോട്ട് നമ്മളെ പഠിപ്പിക്കും. അർജുനൻ വ്യക്തമായി ഈ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതിന്റെ യഥാർത്ഥത്തില് ഈ ധാർമ്മിക പ്രമാണങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? കൃഷ്ണനെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്, അല്ലാതെ വെറുതെ സമയം കളയാൻ വേണ്ടി വന്നതല്ല. ആണോ? കൃഷ്ണൻ ആരാണ്, അദ്ദേഹവും നമുക്ക് തമ്മിലുള്ള ബന്ധം എന്താണ്, ഇനി അങ്ങോട്ട് വരുന്ന ശ്ലോകങ്ങൾ ഒക്കെ നമ്മൾ അത് പഠിക്കും. അത് മനസ്സിലാക്കണം നമ്മൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ വിലപ്പെട്ട സമയം, നമ്മൾ ജീവിതം തന്നെ അതിനുവേണ്ടിയുള്ളതാണെന്ന് ഭാഗവത്തിനകത്ത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ ശാസ്ത്രങ്ങൾ ശരിയായ വിധത്തിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാധു എന്ന് പറയുന്ന പൈസ ഇല്ലാത്ത ആളാണെന്ന് കരുതിക്കൊണ്ട് പലർക്കും പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അധർമ്മ വഴിയിലോട്ട് തിരിയും, ഭക്തനാവാൻ കഴിയില്ല. അത് വലിയ ബുദ്ധിമുട്ടാവും കാര്യം. അപ്പൊ നമ്മൾ ശരിയായത് ഏത്, തെറ്റ് ഏതെന്നൊക്കെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഒരു പരമ്പരയിലൂടെ ഇത് പഠിച്ചെങ്കിലേ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെയും ഇവിടെ എന്തെങ്കിലും പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമുക്കത് ഗുണം ചെയ്യില്ല. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അധാർമികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപരിക്കാനുള്ള കാരണം തന്നെ എന്താണ്? ധാർമ്മിക പ്രമാണങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ധാർമ്മിക പ്രമാണം ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം. അപ്പൊ ധാർമ്മിക പ്രമാണങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയാണ്, ഇല്ലേ? മനുഷ്യജന്മം കിട്ടിയവര്, ഇപ്പൊ നമുക്ക് മനുഷ്യജന്മം കിട്ടിയവർ നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ അർജുനനെ മുൻനിർത്തി നമ്മളെയൊക്കെ ഉപദേശിക്കും. സത്യമല്ലേ? അർജുനനെ മുൻനിർത്തി നമ്മളെല്ലാം ഇപ്പൊ ഉപദേശിക്കുന്ന ആരാണ്? ഭഗവാൻ തന്നെയാണ്, ഇല്ലേ? അദ്ദേഹത്തിന്റെ സാധുക്കളായ ഭക്തന്മാരും നമുക്ക് ഇതൊക്കെ വളരെ വ്യക്തമായ ഗീതയിലൂടെ പറഞ്ഞു തരുന്നു, ഇല്ലേ? അപ്പൊ അത് കേൾക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടോ? എന്തെങ്കിലും കുഴപ്പത്തിൽ പോയി ചാടിയിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടോ? ഒരു കാര്യവും ഇല്ല. അപ്പൊ അത് കുഴപ്പമേത്, നല്ലതേത്, ഭഗവാൻ ഈശ്വരൻ ആര്, ദേവന്മാരാരാണ്, ഇതെല്ലാം വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി പഠിക്കാം. ഇന്ദ്രിയ നിയന്ത്രണം എന്നൊക്കെ പറയുന്നത് എന്താണെന്നും ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ പഠിക്കാം. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ട് വരിക, എല്ലാവരും ഒരുമിച്ച് കൂടുക. സത്സംഗമാണ്. സത്സംഗം നാശമില്ലാത്ത കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യുന്നത്. ഒരിക്കലും നശിച്ചു പോകത്തില്ല ഈ ചെയ്യുന്ന കാര്യങ്ങൾ. വരുന്ന ജന്മങ്ങളിൽ ജന്മജന്മാന്തരമായി ഈ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് നമ്മളൊപ്പം ഉണ്ടാവും, ഇല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സഹായത്തിനായിട്ട് അർജുനോടൊപ്പം നിൽക്കുന്നവരാണ് ഇപ്പോ ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാനുമായിട്ട് നമുക്ക് നിരന്തരം ബന്ധപ്പെടുന്നതിന് വേണ്ടി ഈ കലികാലത്തിലേക്ക് വേണ്ടി ഭഗവാൻ തന്നെ അവതരിച്ചു. നമുക്ക് എന്ത് തന്നു? ഭഗവാന്റെ തന്നെ തിരുനാമം, ഇല്ലേ? ചൈതന്യ മഹാപ്രഭു ആ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ പർപ്പോട്ടിനകത്ത്, ഇല്ലേ? അപ്പൊ ചൈതന്യ മഹാപ്രഭു നമുക്ക് ഈ കലികാലത്തിലേക്ക് കൃഷ്ണനുമായി ബന്ധപ്പെടുന്നതിന് വളരെ ലളിതമായ ഒരു പ്രക്രിയ തന്നിട്ടുണ്ട്. എന്താണ്? കൃഷ്ണന്റെ തിരുനാമങ്ങൾ ജപിക്കുക, ഇല്ലേ? രാമ, കൃഷ്ണ, വാസുദേവ, അല്ലേ? അങ്ങനെയുള്ള അല്ലേ ആ നാമങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ ആ ശബ്ദരൂപത്തിനകത്ത് ആരുണ്ട്? ഭഗവാനുണ്ട്. അപ്പൊ ആ നാമസങ്കീർത്തനം നമുക്ക് ഒരു കഠിനമായ പ്രവൃത്തിയല്ല, നമുക്ക് എവിടെ ഇരുന്നും അത് ചെയ്യാൻ പറ്റും. അതാണ് കലികാലത്തിൽ ഇപ്പൊ പ്രശ്നങ്ങളാണ്, ഇല്ലേ? യുദ്ധക്കളം, യുദ്ധം, ആടി, അത് വേളം ഒക്കെ പ്രശ്നം, ഇല്ലേ? അപ്പൊ അതിന് നമുക്ക് ഏറ്റവും ലളിതമായ പ്രക്രിയ എന്താണ്? ഈ വേളക്കിടയിലും ഇന്ന് ഞാൻ കണ്ടായിരുന്നു ഒരു യൂട്യൂബിന്റെ അകത്ത് ഇതിൽ ഇത് പട്ടാളക്കാരെല്ലാം കൂടെ ചേർന്ന്, സത്യം അത് ഉള്ളത് തന്നെ, അവര് ഹരിനാമം ഒരു ടെന്റിന്റെ അകത്തിരുന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ ഇതൊക്കെ കാണിച്ച് കീർത്തനം ചെയ്യും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അപ്പൊ അവർ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവരത് ചെയ്തത്. വളരെ വിശ്വാസത്തോടുകൂടി അവരത് ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. അപ്പൊ നമുക്ക് ആ ഭഗവാൻ തന്നെ വന്ന് നമുക്ക് ഈ കലികാലത്തിൽ വന്ന് അവതരിച്ചു. ആര്? ചൈതന്യ മഹാപ്രഭു വന്ന് അവതരിച്ചു. നമുക്ക് ഭഗവാന്റെ തന്നെ തിരുനാമം
ജപിക്കുന്നതിനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. അല്ലേ 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 ഇല്ലേ? നാമസങ്കീർത്തനം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഉചിതമായ ഒരു മാർഗം. വളരെ ലളിതവുമാണത്. എവിടെ ഇരുന്ന് എപ്പോഴും ഇല്ലേ ഏത് പ്രായത്തിലുള്ളവർക്കും ഒക്കെ ചെയ്യാനായിട്ട് വളരെ അനുകൂലമായതാണ്. കൃഷ്ണനാമത്തിന്റെ അകത്ത് ആരുണ്ട്? ഭഗവാനുണ്ട്. ആ നാമവും ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലേ? അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? ജപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ഇല്ലേ ഇല്ലേ? നമ്മള് ഭഗവാന്റെ അപ്പൊ ഇത് ചെയ്യുന്നോണ്ട് നമ്മൾ ആരായി മാറും? ഒരു സാധു ഭക്തനായിട്ട് മാറും. അപ്പൊ സാധുക്കളെ ആര് രക്ഷിക്കും? ഭഗവാൻ രക്ഷിക്കും. ഭഗവാന്റെ രക്ഷ വേണ്ടേ നമുക്ക്? ഇല്ലേ? പട്ടാളക്കാർ ജപിക്കുന്നു, ക്യാമ്പിനകത്തിരുന്ന് നാമം ജപിക്കുന്നു. ഞാൻ കണ്ടത് സത്യമായിട്ടാണ്, ഞാനത് കണ്ടു. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ഇനി അടുത്ത ശ്ലോകം ഏതാണ്? അടുത്ത ആഴ്ചയില് 7ാമത്തെ ശ്ലോകമാണ് ഉള്ളത്. അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇവിടെ ഈ സത്സംഗത്തിൽ നമുക്കത് പഠിക്കാം. അപ്പൊ നമുക്ക് ഭഗവാന്റെ ഒരു നാമം ജപിച്ച് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഒരു ശക്തിയൊക്കെ വേണ്ടേ? നാമം ജപിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാവരും മാലയെടുത്തോളൂ, ജപം തുടങ്ങാം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ. പറഞ്ഞോളൂ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे.
हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्णा हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्णा हरे हरे, हरे राम हरे हरे, हरे कृष्णा कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा हरे हरे, हरे राम हरे हरे, हरे कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा हरे हरे, हरे राम हरे हरे, हरे कृष्णा हरे हरे, हरे राम हरे हरे, हरे कृष्णा हरे हरे, हरे राम राम हरे हरे, हरे कृष्णा हरे हरे, हरे 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 राम हरे हरे, हरे कृष्णा हरे हरे, राम हरे हरे, हरे कृष्णा हरे हरे, हरे 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 राम हरे हरे, हरे कृष्णा हरे हरे, राम हरे हरे, हरे कृष्णा हरे हरे, हरे 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 राम हरे हरे, हरे कृष्णा हरे हरे,
Hare Ram 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 Hare 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 Shri Ram Krishna Krishna Hare 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 Ram 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 Hare 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 Shri Ram Krishna Krishna Hare 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 Ram 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 Hare 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 Shri Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Shri Krishna 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 Hare 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 Ram 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 Hare 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 Shri Krishna 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 Hare 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 Ram 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 Hare 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 Shri Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare Hare Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare Hare Krishna Krishna Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare Hare Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare Hare Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna 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 Hare 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 Ram 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 Hare Hare Krishna प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि നാമം ജപിക്കുന്ന മന്ത്രം കയ്യിലില്ലാത്ത ആരെങ്കിലും കൊണ്ടോ ഇരിക്കുന്നതിൽ മന്ത്രത്തിന്റെ കാർഡ് മന്ത്രം ജപിക്കുന്ന കാർഡ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിക്കുന്നതിൽ കാർഡ് ഉണ്ടോ കയ്യില് ഇതാ മന്ത്രം മന്ത്രം ഇതാണ്. കാർഡുണ്ടോ മന്ത്രത്തിന്റെ കാർഡുണ്ടോ ഉണ്ടല്ലേ ഉണ്ടോ ആ ഇതില് മന്ത്രം തന്നെയാ ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ അതില് എഴുതി